പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ നമ്മൾ ഒരു പത്രങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ്. രാവിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു വരാം. എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്തകൾ ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം. നമ്മൾ മനോരമ, ദേശാഭിമാനി, മാധ്യമം, മാതൃഭൂമി, ഈ ദ ഹിന്ദു തുടങ്ങിയ പത്രങ്ങളിലൂടെയാണ് ആദ്യത്തെ നമ്മുടെ യാത്ര. നമ്മൾ മാതൃഭൂമിയിൽ തുടങ്ങുകയാണെങ്കിൽ മാതൃഭൂമിയിൽ ഇതാണ് കേരളം എന്ന തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. അന്വർത്ഥമായ ഒരു തലക്കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, ഇന്നലെ രഞ്ജി ട്രോഫിയിൽ ഒരു കേവലം 2 റൺസിനാണെങ്കിലും നമ്മൾ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചു. രഞ്ജി ട്രോഫിയിൽ ചരിത്രത്തിലാദ്യമായി ഫൈനലിലേക്ക് കേരളം കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്തെ ദൃശ്യമെന്ന് പറയുന്നത് വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ. ഇന്നലെ മനോഹരമായൊരു ചിത്രമുണ്ട്. പ്രതിപക്ഷ നേതാവ്, ഒപ്പം തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം കൂടി ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ചരിത്രത്തെ കൈപ്പിടിയിലൊതുക്കിയ കേരള ടീം. ഇതിന് നടുക്കൊരു തലക്കെട്ട്, ഇതാണ് കേരളം. ഒരുമയോടെ കളിച്ചു, ആദ്യമായി രഞ്ജി ഫൈനലിൽ ഒരു മനസ്സോടെ വിളിച്ചു, നിക്ഷേപകരെ സ്വാഗതം എന്നാണ്. അങ്ങനെ ഇന്നലെ കേരളത്തിൻ്റെ ദിവസമായിരുന്നു. 100% കേരളം വിക്ടറി സാർ. ഇൻവെസ്റ്റ് കേരളയ്ക്ക് തുടക്കം. വ്യവസായ കുതിപ്പിന് കേരളം ഒറ്റക്കെട്ടായി സജ്ജമാണെന്ന പ്രഖ്യാപനത്തോടെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ തുടങ്ങി. കേരളത്തിൽ റോഡുകളുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഈ സർക്കാരിൻ്റെ കാലത്ത് 3 ലക്ഷം കോടിയുടെ നിക്ഷേപം ഉറപ്പാക്കുമെന്ന് ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുത്ത കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. ഗ്രാൻഡ് ഹയാത്ത് ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന്റെ വ്യാവസായിക വികസനത്തിന് ഭരണപക്ഷവും പ്രതിപക്ഷവും കേന്ദ്രവും ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങ്. ഭൂമിയില്ലാത്തതിന്റെ പേരിൽ കേരളത്തിൽ നിക്ഷേപം നടത്താതെ പോകേണ്ട സാഹചര്യം ഒരു നിക്ഷേപകനും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂദൗർലഭ്യം പരിഹരിക്കാൻ ലാൻഡ് പൂളിംഗ് സംവിധാനം വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ചുവപ്പ് നാടയില്ലെന്ന് മുഖ്യമന്ത്രി. എല്ലാ പിന്തുണയുമെന്ന് വി ഡി സതീശൻ. രാഷ്ട്രീയം മാറ്റിവെക്കാമെന്ന് പി രാജീവ്. കേരളത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കേന്ദ്രം. ഇനി എന്നാ വേണം? അപ്പോൾ കൊള്ളാം, ഇതാണ് കേരളം എന്ന തലക്കെട്ടിലെ വാർത്ത. കേരളത്തിന് കേന്ദ്രത്തിന്റെ 50,000 കോടി. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിൽ കേരളത്തിനായി 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. നിലവിൽ നടക്കുന്നതും പൂർത്തിയാകുന്നതുമായ പദ്ധതികൾക്ക് പുറമെ കോഴിക്കോട് പാലക്കാട് 4-വരി പാതയ്ക്ക് 10,814 കോടി രൂപ ചെലവഴിക്കും എന്നുള്ളതാണ്. കമോണ്ട്ര മഹേഷേ എന്ന് പറയുന്ന പോലെ കമോണ്ട്ര കേരളം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എ വി റസൽ, കോട്ടയം CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ മരണവാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. ഈ വാഹനങ്ങൾക്കും വീട്ടിലെ സോളാർ പ്ലാന്റിനും തദ്ദേശ സ്ഥാപനം വക സബ്സിഡി എന്ന വാർത്തയും മാതൃഭൂമി പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നു. മനോരമയിലേക്ക് എത്തിയാൽ ഉയരെ കേരളം, ഇതാണ് കേരളം എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ടെങ്കിൽ മനോരമയിൽ ഉയരെ കേരളം എന്നാണ് രഞ്ജി ട്രോഫി മത്സരത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളം ഫൈനലിൽ പ്രവേശിച്ച വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. സെമി ഫൈനലിൽ ഗുജറാത്തിനെ മറികടന്നത് 2 റൺസ് ലീഡിന്റെ ബലത്തിൽ. ഞാൻ കേരളത്തിനൊപ്പം എന്ന് ഗവാസ്കർ പറഞ്ഞതും പത്രം ആദ്യ പേജിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള വാർത്തയായി നൽകിയിരിക്കുന്നു. അടിച്ചുമോനെ, അഹമ്മദാബാദിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഗുജറാത്ത് ബാറ്റർ ജയ്മിത് പട്ടേലിനെ പുറത്താക്കിയത് ആഘോഷിക്കുന്ന കേരള താരങ്ങളായ രോഹനും ഒപ്പം അക്ഷയ് ചന്ദ്രനും അഹമ്മദ് ഇമ്രാനും സച്ചിൻ ബേബിയുടെയും ഒക്കെ ചിത്രം ആദ്യ പേജിൽ പങ്കുവെച്ചുകൊണ്ടാണ് അടിച്ചുമോനെ എന്ന് പറയുന്നത്. സാധ്യതയില്ലായിരുന്നു. കേരളം ഈ ടൂർണമെൻറ്റിലുടനീളം കൺസിസ്റ്റൻ്റായ പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. കേരളത്തിൻ്റെ പോരാട്ട വീര്യം, കേരളത്തിൻ്റെ ക്ഷമ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടു. 2 റൺസിന് ലീഡ് നേടിയതോടുകൂടിയാണ് കേരളം ഫൈനലിലേക്ക് വന്നത്. അതും അവസാനത്തെ 3 വിക്കറ്റുകൾ, 25 റൺസ് മാത്രം ഗുജറാത്തിന് ജയിക്കാൻ വേണ്ടി നിൽക്കവെയാണ് അവിശ്വസനീയമായ വരവ്. ഉയരാൻ കേരളം എന്നാണ് നിക്ഷേപ ഉച്ചകോടിക്കിട്ടിരിക്കുന്ന തലക്കെട്ട്. രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി കണക്ട് ചെയ്തത് ഇതാണ് കേരളം എന്ന തലക്കെട്ടാണെങ്കിൽ ഒരുമയോടെ കളിച്ചു, ഒരു മനസ്സോടെ വിളിച്ചു എന്നാണെങ്കിൽ മനോരമയുടെ തലക്കെട്ടിൽ ഉയരെ കേരളം എന്ന് രഞ്ജി ട്രോഫിക്ക്, ഉയരാൻ കേരളം എന്ന് നിക്ഷേപക ഉച്ചകോടിക്ക്. ആദ്യ ദിവസം 35,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനം എന്നാണ് പത്രം പറയുന്നത്. കേരളം നിക്ഷേപകരുടെ സ്വന്തം നാടാക്കുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ആദ്യ ദിനം പ്രഖ്യാപിക്കപ്പെട്ടത് 35,000 കോടിയോളം രൂപയുടെ നിക്ഷേപ വാഗ്ദാനം. കേരളത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്ന നിക്ഷേപകർക്ക് ഒരു തടസ്സവും നേരിടേണ്ടി വരില്ലെന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയതാണ് പ്രധാനപ്പെട്ട വാർത്തയായി വന്നത്. കൊമ്പൻ യാത്രയായ വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ അതിരക്കൊമ്പൻ
ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷകൾക്കെടുത്തി അതിരപ്പള്ളി കൊമ്പൻ യാത്രയായി. മസ്തകത്തിന് പരിക്കേറ്റ നിലയിൽ അതിരപ്പള്ളിയിൽ നിന്ന് പിടികൂടി കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കൊമ്പനാന ചികിത്സ തുടങ്ങി 3-ാം ദിനം ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ചെരിഞ്ഞത്. 4 ഡോക്ടർമാരും ജനപ്രതിനിധിയും NGO പ്രതിനിധിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അടങ്ങിയ 9-അംഗ പാനലിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 5:30 പോസ്റ്റ്മോർട്ടം നടത്തി. രാത്രിയോടെ അഭയാരണ്യത്തിന് സമീപമുള്ള വനത്തിൽ മറവ് ചെയ്തു. അങ്ങനെ ഏഴാറ്റുമുഖം ഗണപതി ഒറ്റയ്ക്കായി അല്ലേ ഒരർത്ഥത്തിൽ. അല്ലെങ്കിലും ഗണപതി ഒറ്റയ്ക്കാകുമായിരുന്നു. പക്ഷേ നമ്മൾ അവസാന നിമിഷം വരെയും അതിരപ്പള്ളി കൊമ്പനെ തിരികെ ജീവനോടെ നമ്മൾ സംരക്ഷിച്ചു പിടിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ വെച്ചത്. പക്ഷേ ആ ആഴത്തിലുള്ള മുറിവ് 1.5 അടിയോളം ആഴത്തിലായിരുന്നു അത്രേ ആ മസ്തകത്തിനേറ്റ മുറിവ്. മറ്റൊരു കൊമ്പൻ്റെ കൊമ്പുകൊണ്ടേറ്റ മുറിവാണെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലും തെളിഞ്ഞിരിക്കുന്നത്. മറ്റു ലോഹഭാഗങ്ങളൊന്നും ശരീരത്തിൽ കണ്ടെത്തിയിട്ടില്ല. മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിൻ്റെ പ്രധാനപ്പെട്ട ലീഡ് തലപ്പൊക്കത്തിൽ എന്നാണ്. രഞ്ജി ട്രോഫി ചരിത്ര ഫൈനലിൽ കേരളം. ഫൈനൽ പ്രവേശം ഗുജറാത്തിനെതിരെ 2 റൺസ് ലീഡിൻ്റെ ബലത്തിൽ. ഫൈനലിലെ എതിരാളി വിദർഭ. വളരെ ശക്തമായ ടീമാണ് കേട്ടോ വിദർഭ. വിദർഭയെ കൂടി നമ്മൾ മറികടന്നാൽ അത് ചരിത്രമാണ്, അല്ലെങ്കിൽ തന്നെ ചരിത്രമായി കഴിഞ്ഞു. 50,000 കോടിയുടെ റോഡ് വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് ഗഡ്കരി എന്ന വാർത്ത മാധ്യമം തലക്കെട്ട് കൊടുക്കുന്നു. വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ വാർത്തയും മാധ്യമം പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. ചാനൽ ചർച്ചയിൽ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച് സംസാരിച്ചെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ BJP നേതാവ് PC ജോർജിന് മുൻകൂർ ജാമ്യമില്ല. ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. മുസ്ലിം ലീഗ് പ്രതിനിധിയുടെ പ്രകോപന പരാമർശത്തിന് മറുപടി നൽകിയപ്പോൾ സംഭവിച്ച നാക്കുപിഴയാണെന്നും അബദ്ധം മനസ്സിലായപ്പോൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞെന്നുമായിരുന്നു ഹർജി. പക്ഷേ ഇന്നലെ ഹൈക്കോടതി ഈ വിധി പറയുന്നതിന് മുമ്പ് തന്നെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. മതവിദ്വേഷത്തിന് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കണം എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞു വെച്ചിരുന്നു. വാതിൽ തുറന്ന് എന്ന തലക്കെട്ടോടു കൂടിയാണ് ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ വാർത്ത മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ ദേശാഭിമാനിയുടെ തലക്കെട്ട്, നിക്ഷേപ സംഗമത്തിൻ്റെ തലക്കെട്ട് ദേശാഭിമാനി എങ്ങനെയായിരിക്കും കൊടുക്കുക എന്ന് നോക്കാം. ലോകം കേരളത്തിൽ എന്ന തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത് ദേശാഭിമാനിയിൽ. ലോകം കേരളത്തിൽ. ആദ്യ ദിവസം തന്നെ 10,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം. 26 വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ, 30,000-ഓളം സംരംഭകർ, റോഡിന് 50,000 കോടി കേന്ദ്രത്തിൻ്റെ വക. ഉത്തരവാദിത്വ നിക്ഷേപം, ഉത്തരവാദിത്വ വ്യവസായം എന്നതിലാണ് കേരളത്തിൻ്റെ ഊന്നൽ. കേരളത്തിലേക്ക് നിക്ഷേപം ആകർഷിച്ച് യുവതലമുറയ്ക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലാണ് ലക്ഷ്യം എന്ന് പത്രം പറയുന്നു. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ച വാർത്തയും പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. AV റസലിൻ്റെ മികച്ച സംഘാടകനായിരുന്ന, കോട്ടയത്തെ ഏറ്റവും ജനപ്രിയ നേതാവായിരുന്ന AV റസലിൻ്റെ മരണം CPM കേന്ദ്രങ്ങളെ വല്ലാതെ ഞെട്ടിച്ചു. CPM പ്രവർത്തകർക്ക് വല്ലാത്ത സങ്കടമുള്ള ഒരു ദിവസമാണ്. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ 62 വയസ്സായിരുന്നു. പകൽ 2:30 ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈ അപ്പോളയിലായിരുന്നു അന്ത്യം. ഞായർ പകൽ 12 ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുക എന്ന് പത്രം പറയുന്നുണ്ട്. VN വാസവൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടെ ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയിലെത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ വാസവന്റെ ജയത്തോടെ ജില്ലാ സെക്രട്ടറിയായി മാറുകയും ചെയ്തു. SFIയിലൂടെയായിരുന്നു CPM കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന AV റസലിൻ്റെ രാഷ്ട്രീയ പ്രവേശം. ദ ഹിന്ദു പത്രത്തിലെ പ്രധാനപ്പെട്ട ലീഡ് വാർത്ത കൂടി നമുക്കൊന്ന് നോക്കാം. US election aid allegations deeply troubling, says Ministry of External Affairs. US DOT says it cancelled $21 million fund for voter turnout in India. അമേരിക്ക എല്ലാ സംഘടനകൾക്കും രാജ്യങ്ങൾക്കുമുള്ള ധനസഹായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിർത്തിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. WHO കൊടുത്തിരുന്ന ധനസഹായം പിൻവലിച്ചത് നമ്മൾ അറിഞ്ഞു. ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് വോട്ടർ ടേൺ ഔട്ട് ഇൻ ഇന്ത്യയുടെ പേരിൽ US-ൻ്റെ ഒരു ഫണ്ട് ലഭിക്കുമായിരുന്നു, $21 million. അതുകൂടി നിർത്തലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പിണറായി പ്രോമിസസ് ടു കട്ട് റെഡ് ടേപ്പ് as he seeks to woo investors to state. സംസ്ഥാനത്തേക്ക് നിക്ഷേപകരെ ആകർഷിക്കാൻ റെഡ് ടേപ്പിസം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകി പിണറായി വിജയൻ എന്ന വാർത്തയും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ലീഡ് വാർത്തകളായി ഉള്ളത്.